ശ്രീ പാണ്ഡ്യല ഷാജി, നേരത്തെ ഈ PV അൻവർ LDFന്റെ ഭാഗമായിരുന്നപ്പോൾ ഒരു സെക്കൻഡ് ഷാക്കിറിലേക്ക് വരാം. പാണ്ഡ്യല ഷാജിയിലേക്ക് പോയിട്ട് കുറച്ച് സമയമായി. അതുകൊണ്ടാണ് ശ്രീ പാണ്ഡ്യല ഷാജി, PV അൻവർ പിണറായിയുടെ ഭാഗമായി നിന്നപ്പോൾ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന രീതിയിൽ എന്തെല്ലാം സംസാരമാണ് നടത്തിയത്. മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷം മുഴുവൻ സ്വർണ്ണ കള്ളക്കടത്തുകാരാണ് എന്നടക്കമുള്ള പ്രസ്താവന PV അൻവറിൽ നിന്നും ഉണ്ടായത് നമ്മൾ കേട്ടതാണ്. അതൊക്കെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം മുൻനിർത്തിയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ കൃത്യമായി ചില വോട്ട് ബാങ്കുകൾ കയ്യിൽ വരണമെന്നൊക്കെ പിണറായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ PV അൻവറിനെ കൊണ്ട് അതൊന്നും നടന്നില്ല. PV അൻവർ പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയെ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാൽ നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെ മലപ്പുറം ജില്ലയെ അങ്ങേയറ്റം അവഹേളിച്ച ഇയാളെ എങ്ങനെയാണ് മുസ്ലിം ലീഗിന് സ്വീകരിക്കാൻ കഴിയുക? അല്ല, ഇതിനകത്തൊരു ഒരു വിഷയം വരുന്നതിന് മുൻപ് ഒറ്റൊരു സംഭവമാണ്. ഇപ്പോൾ എനിക്ക് തൊട്ട് മുൻപ് സംസാരിച്ചിട്ടുള്ള പിന്നെ റെജി ലൂക്കോസ് അൻവറെ കോൺഗ്രസ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ ചേരുന്നതിനെതിരെ വന്നിരിക്കുന്ന ഒരു വലിയ വികാരമുണ്ട്. ഈ വികാരത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് പ്രസംഗത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം കോട്ട് ചെയ്തത്. ഞാൻ ഒറ്റ കാര്യം പറയാം. NK പ്രേമചന്ദ്രൻ MP ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആളല്ലേ? ബാക്കിയെല്ലാം വിട്ടാണ് ജീവിച്ചിട്ടുള്ള ആളല്ലേ? ആ ആളെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്ന വാക്കെന്തായിരുന്നു? നമുക്ക് അറിയുന്നതല്ലേ. ഇതുപോലെ തന്നെ താമരശ്ശേരിയിലെ ബിഷപ്പിനെതിരായിട്ട് വിളിച്ചിരിക്കുന്ന സംഭവം എന്തായിരുന്നു? നമുക്കറിയുന്നതല്ലേ. ഇതെല്ലാം ചെയ്തിട്ട് കൂടി ഇദ്ദേഹം എന്താണ് പരമമാന്യനായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ഭാഷാപരമായ പ്രയോഗത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് അത് പലപ്പോഴും എന്തായിരിക്കും അവനവൻ പ്രതിനിധീകരിക്കുന്ന മുന്നണി സംവിധാനത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ് അത്തരം പദപ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് ഒറ്റയാൾ ഈ മാതിരി വാക്ക് പ്രയോഗിക്കാറില്ല. ലീഗിന്റെ അകത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാറില്ല. ഒരുപക്ഷെ BJP നിന്ന് ഏതെങ്കിലും ഒരാളിങ്ങനെ പ്രസംഗിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കിട്ടാവാറില്ല. അപ്പോൾ ഇതുണ്ടാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തിന് അകത്തു നിന്ന് ജനങ്ങളെ ഭരിക്കാൻ തീരുമാനിക്കുന്നവരുടെ തലയിൽ നിന്ന് മാത്രം ഉദിക്കുന്ന വാക്കുകളാണ് ഈ വാക്കുകൾ. അത്തരത്തിലുള്ള വാക്കുകളുടെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയമായി തന്നെയാണ് അവിടെ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ വിഷയം വരുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഭിന്നാഭിപ്രായത്തിന്റെ വിഷയങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല ഞാൻ പറയുന്നത്. എന്റെ പറയാം വിഷയം എന്താ അറിയോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിന്ന് ഏതെങ്കിലും ഒരു മുന്നണിയുടെ നേതാവ് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരക്ഷരം ഉരിയാടുമോ? ഉരിയാടിയെങ്കിൽ അവൻ അതേ ഓർമ്മയുണ്ടാവുള്ളൂ. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്തുന്നത് അതുകൊണ്ടാണ് അതൊരു ബഹുവർഗ ജനാധിപത്യ പാർട്ടിയാണത്. ഒരു ബഹുവർഗ ജനാധിപത്യ പാർട്ടിക്കകത്ത് നിന്ന് സ്വാഭാവികമായിട്ടും വിയോജിക്കാൻ എന്തിനേറെ BJP-ക്കകത്ത് പരാമർശം വിയോജിപ്പുകൾ ഉണ്ടാകുന്നില്ലേ? BJP-ക്കകത്ത് ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് എത്രമാത്രം ഗംഭീരമായിരിക്കുന്ന വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിയോജിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ ഒരു മര്യാദ. ഈ മര്യാദക്ക് പകരം ഒറ്റ ശബ്ദം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അത് ഓട്ടോക്രസിയാണ്. ആ ഓട്ടോക്രസിക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ സംഭവമാണ്. ഇനി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന വിഷയം, ആ ചോദിക്കുന്ന വിഷയത്തിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഈ കേരളത്തിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന കമ്മ്യൂണൽ പോളറൈസേഷൻ മാത്രമല്ല റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിന്റെ ഫലമായാണ് അൻവർ ഇത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അൻവർ ഇത് പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്? അൻവറിനെ ടാർഗറ്റ് ചെയ്യാൻ, അൻവർ കൊള്ളക്കാരനാണെന്ന് പറയാൻ ആദ്യം എടുത്തിരിക്കുന്ന കാരണം ഏതാണ്? മലപ്പുറം ജില്ല മുഴുവൻ തന്നെ കള്ളന്മാർ. BJP ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും BJP ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രയാണ് താല്പര്യപ്പെടുന്നത്? ഒറ്റ സംഭവം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അത് തീർച്ചയായും എന്താണ്? തന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്ന് തനിക്കും തന്റെ കുടുംബത്തിനും എന്നേക്കുമായി രക്ഷ നേടാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിദ്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. ആ സ്ട്രാറ്റജിക്കാണ് കേരളത്തെ വിഘടിപ്പിക്കുക, കേരളത്തെ ജനങ്ങളെ വിഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇയാൾ കൊണ്ടുപോകുന്നു. ഇതെന്താണ്? അത് അങ്ങേയറ്റം അധാർമികമാണ്. ഈ അധാർമികമായ പ്രവൃത്തി നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കേരളത്തെ മുച്ചൂടും മുടിക്കണമെന്നാണ് അതിനർത്ഥം. ഈ അർത്ഥം ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ വിവരിച്ചു നടത്തിയിരിക്കുന്ന ഒരാളായിരുന്നല്ലോ എന്റെ പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്നു സഖാവ് MBR പാർട്ടിയിൽ നിന്ന് അതിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് പോലും കോൺഗ്രസ് എതിരെ നടന്നു. ഈ നാട്ടിൽ അന്നേരം ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന പ്രയോഗമുണ്ട്, നായ്ക്കൊറ പ്രയോഗം. ഈ നായ്ക്കൊറ പ്രയോഗം വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അടികൊള്ളാത്ത ഒരു ഒറ്റയാളില്ല. അതിന്റെ മാർച്ചേറും കൂടി ലിവിംഗ് മാർച്ചേറും കൂടിയാണ് ഞാൻ.
ഈ പറയുന്ന ഞാൻ നടത്തിയിരിക്കുന്ന പ്രസവം കൊണ്ട് നേരം നായിക്കൊറോണ ഉപയോഗിച്ച് നാട്ടുകാർ മുഴുവൻ തന്നെ നമ്മുടെ ഈ CPM-മാരെ ഇടങ്ങാറാക്കുമ്പോൾ ഞാൻ ഒരു മറുപടി ഉള്ളവര് നായിക്കൊറോണ പൊടിയാണോ മുഖ്യശത്രു, കോൺഗ്രസ് ആണോ മുഖ്യശത്രു? ഇതായിരുന്നു എന്റെ ജീവിതം പഠിപ്പിച്ച ചോദ്യമാണിത്. ഈ ചോദ്യമായിരുന്നു ജീവിതം. ഇവിടെയും വരുന്ന വിഷയം എന്താണ്? ആ MVR-ന് കേരളത്തിലെ തെരുവിലൂടെ നടക്കാനുള്ള ഒരു കരുത്ത് അന്ന് കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയെ പെട്ടിരിക്കുന്ന കരുണാകരൻ ഉള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന പിന്നെ സുധാരാട്ടുള്ളത് കൊണ്ടും, അതോടൊപ്പം തന്നെ മറ്റ് ജനാധിപത്യ കക്ഷികളുണ്ട്, BJP-യുടെ ആൾക്കാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. കാരണം അത് CPM-നെ ചെറുക്കാനുള്ള ഒരു ജനാധിപത്യപരമായ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു അത്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഒരുത്ത് വരുന്നത്. അയാൾക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല, ഉറപ്പാണ്. അൻവർ ഒറ്റക്ക് നിൽക്കുക അസാധ്യമാണ്. ഒറ്റക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അൻവറിനെ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ അഭയമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത്ര ഒരു നിലപാടെടുത്തേ പറ്റുകയുള്ളൂ. പക്ഷേ അത് അത്തരത്തിലൊരു നിലപാടെടുക്കുന്ന തിട്ടൂരം CPM-ന്റെ അടുത്ത് വാങ്ങണമെന്ന് പറയുന്നിടത്താണ് അതിലെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. മറ്റു കാര്യങ്ങൾ വേറെയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ സർവ്വതും ശരി, അല്ലാതെ വന്നപ്പോഴോ അല്ലാതെ വരുമ്പോഴോ അത് മുഴുവൻ തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്ന വാദം യഥാർത്ഥത്തിൽ എന്താണ്? അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു വാദം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിനകത്ത് CPM എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങേയറ്റം കമ്മ്യൂണലാണ്. അത് മാത്രമല്ല അവർ ഭയക്കുകയും ചെയ്യുന്നു. 2026 മുൻനിർത്തി കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്ന ഇത്തരത്തിലുള്ള ജാതി രാഷ്ട്രീയം, ഈ ധ്രുവീകരണ രാഷ്ട്രീയം അത് തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്.